രാവിലെ കണ്ടൊരു ന്യൂസാണ് കേട്ടത്. ഇത് കണ്ടോ? ഇത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ അടിച്ചു നടക്കുന്നത്? ഇത് വായിക്കുന്ന ആൾക്കാർ, ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നതിനെ പറ്റി? എനിക്ക് എവിടെ എന്ത് പറയണമെന്ന് എനിക്ക് നല്ല ബോധമുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പേജിന് വേണ്ടി വ്യൂസ് കൂട്ടാനും ഇങ്ങനെ? എനിക്കറിയത്തില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഷിയാസിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ പണി കിട്ടിയത് അനുമോൾക്കാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് പറയുന്നത് ഈ അനുമോളെ കുറിച്ച് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് പറയുന്നത്, ഓരോ പോസ്റ്റ് ഇങ്ങനെ പൊന്തി വരുന്നതൊക്കെ തന്നെ കാണാനിടയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബീഫ് പോർക്ക് വിഷയം അത് വേറൊരു തരത്തിലോട്ടൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതിന് പണി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഷിയാസ് ഒന്ന് ആളാവാൻ നോക്കിയ അവസാനം ഷിയാസിന് 8ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ശേഷം പിന്നെ ഈ പറയുന്ന രീതി അനുമോൾ ഇപ്പോൾ കാണിച്ച ആ ഒരു പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എന്ന് അനുമോൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബീഫ് കഴിക്കാനായിട്ട് അനുമോളോട് ഷിയാസ് പറയുന്നത് തിരിച്ചായിരുന്നെങ്കിൽ, അതായത് പോർക്ക് കഴിക്കാനായിട്ട് തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ്. അത് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, പക്ഷേ ആരും ഉണ്ടാക്കിയിട്ട ഒരു പോസ്റ്റ്. ഓക്കെ, പക്ഷെ അത് അനുമോടല്ല പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രീതിയിലെ നാട്ടുകാരായിരിക്കും. കാരണം ഷിയാസ് തന്നെ പറഞ്ഞു ഷിയാസിന് പോർക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. കാരണം പുള്ളിക്കാരന്റെ മതത്തിൽ അത് പറഞ്ഞിട്ടില്ല, കഴിക്കാനുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഷിയാസ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പലരും ഷിയാസിന്റെ കമന്റ് ബോക്സിൽ തന്നെയും അതോടൊപ്പം തന്നെ അല്ലാതെയൊക്കെ തന്നെയും ഷിയാസ് പോർക്ക് കഴിക്കത്തില്ല എന്നാൽ ബീഫ് കഴിക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നെ നിനക്കെന്താ പോർക്ക് കഴിച്ച എന്നുള്ള തരത്തിൽ ബാക്കിയുള്ളവർ ഷിയാസിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് ഓരോരുത്തർ കമന്റ് ചെയ്യും, പിന്നെ പോസ്റ്റാക്കി ഓരോരുത്തർ ഇടുകയും ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള കാര്യം. അപ്പോൾ പോർക്ക് കഴിക്കാൻ വയ്യ എന്നാൽ ബീഫ് കഴിക്കണം ബാക്കിയുള്ളവർ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങളൊക്കെ തന്നെ മാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും അവിടെ കൊണ്ട് തീർന്നു കാര്യങ്ങൾ. അതായത് ഷിയാസ് പിന്നെ വന്ന് മെഴുകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ചറവറ വീഡിയോ ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയത് അനുമോളാണ്. അനുമോളുടെ വിഷയത്തിലാണ് ഇതിങ്ങനെ കത്തി കയറിയതെന്ന് പറയുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഷിയാസെ ഇമാതിരി ഈ പറയുന്ന രീതിക്കൊക്കെ ഡയലോഗ് അടിച്ച് അവസാനം അനുമോക്ക് തന്നെ പണി വെച്ച് കൊടുക്കാനായിട്ട്? ഇപ്പോൾ അനുമോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഷിയാസിനെ തന്നെ പൊട്ടുന്ന തരത്തിലോട്ടുള്ള അല്ലെങ്കിൽ ഷിയാസിനെ തന്നെ നാറ്റിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു ഡയലോഗായിട്ട് വേണമെങ്കിൽ അതിന് എടുക്കാം ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ അനുമോൾ അത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടെ എന്തു പറയണമെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് അല്ലെങ്കിൽ ബോധ്യമുണ്ട് എന്നുള്ള തരത്തിൽ. അത് അനുമോൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഷിയാസിന്റെ ആ ഒരു കാര്യം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതായത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഷിയാസിനെ ഒന്ന് കൊട്ടിയതല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഷിയാസിനിട്ട് കൊള്ളേണ്ട ഒരു കാര്യമല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഷിയാസിനെ എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ അന്ന് ആ ഒരു വാവിട്ട വാക്കിലാണ് അവസാനം പാൻ ഇന്ത്യൻ ലെവലിൽ വരെ ഏറിക്കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ ഷിയാസിനെ എവിടെ എന്ത് പറയണമെന്ന് ഒരു ബോധവും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇവിടെ അനുമോൾ വ്യക്തമാക്കിയത് എനിക്ക് എവിടെ എന്ത് പറയണമെന്ന് നല്ല ബോധമുണ്ട് എന്നുള്ള തരത്തിൽ അനുമോളുടെ കാര്യം വ്യക്തമാക്കി. അപ്പോൾ എന്തായാലും അനുമോൾ ഇങ്ങനെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബീഫ് വിഷയത്തിലാണ്. അപ്പോൾ അനുമോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊള്ളേണ്ടത് ഷിയാസിനിട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പുള്ളി ഉണ്ടാക്കിയ ഒരു വിഷയം, പുള്ളിയെ കാരണം ഇപ്പോൾ ഈ ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഈ ഒരു കാര്യം അതിൽ അനുമോളെയും വലിച്ചിടേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ അതിൽ അനുമോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അനുമോക്ക് എവിടെ എന്ത് പറയണമെന്ന് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത്. എന്നാൽ ഷിയാസിനാണെങ്കിലോ എവിടെ എന്ത് പറയണമെന്ന് ഒരു ബോധവും ഇല്ല കുന്തവും ഇല്ല എന്നുള്ളത് അനുമോൾ ഈ പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൊള്ളാം, ഷിയാസ് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ. അവസാനം അനുമോളുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വാചകങ്ങൾ കേൾക്കേണ്ടി വരുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തി. ഷിയാസിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പറച്ചിലിൽ തന്നെ ആർക്കാണ് എവിടെ സംസാരിക്കാനായിട്ട് ബോധമുള്ളത്, ആർക്കാണ് ബോധം ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിന്റെ എല്ലാം അവസരം ഉണ്ടാക്കിയ ഷിയാസ് ശരിക്കും പറഞ്ഞ ഒരു സകലകലാ വല്ലഭനാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സപ്പോസ് പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കെങ്കിൽ പോലും കുറച്ചെങ്ങനെ സൂക്ഷിക്കാണ് സംസാരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് അനുമോൾ ഈ പറഞ്ഞ കാര്യം വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എവിടെ എന്ത് സംസാരിക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ള തരത്തിൽ അനുമോൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഷിയാസിന്റെ കാര്യം എടുത്തു നോക്കിയാലോ, ഷിയാസിനെ എവിടെ എന്ത് സംസാരിക്കണം എന്നതിനെ കുറിച്ചൊരു ബോധമില്ല എന്നുള്ള തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും വല്ലാത്ത ഒരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഷിയാസ് ഉണ്ടാക്കി വച്ചതെന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് പോലും ഇപ്പോഴും എന്തൊക്കെയോ ചില ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, വിളിച്ച് കൂകുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അവസാനം നല്ലതായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും പണി ഇരുന്ന് വാങ്ങുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരും.